എന്ന് പറയുന്നത് ചാക്ക ജംഗ്ഷനാണ്. ചാക്ക ജംഗ്ഷൻ തിരുവനന്തപുരത്താണ്. എൻ്റെ ബാക്കിൽ അവിടെയാണ് എയർപോർട്ട്. ഇത് ഏകദേശം നമുക്ക് കോളത്ത് നിന്ന് കൊല്ലത്തോട്ടും പോകാം, കൊല്ലത്ത് നിന്ന് കോളത്തോട്ടും പോകാം. ആ ഒരു ഏകദേശം സൈഡിലാണ് നിൽക്കുന്നത്. ഇന്ന് നമ്മൾ നല്ല ദോശ കഴിക്കാനാണ് പോകുന്നത്. ദോശ എന്ന് പറയുമ്പോൾ പൈ ദോശ. ഞാൻ അതിന് മുമ്പിൽ തന്നെ നിൽക്കുന്നത്. ഇതാണ് പൈ ദോശ, തിരുവനന്തപുരം ചാക്കയിലുള്ളത്. ഗവൺമെൻറ് UPS ചാക്കയുടെ നേരെ ഓപ്പോസിറ്റാണ് പൈ ദോശ. ബാക്കി വിശേഷങ്ങളും ദോശയുടെ വിശേഷങ്ങളും എല്ലാം നമുക്ക് ഉള്ളിൽ കയറിയിട്ട് അറിയാം. പോയോ. തിരുവനന്തപുരത്തുള്ള ജനങ്ങൾക്ക് ശരിക്കും ഇപ്പോൾ എന്താ പറയുക, ദോശ ധാരാളം കഴിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിനനുസരിച്ച് തന്നെ കുറേ ദോശകളെല്ലാം തുടങ്ങുന്നുണ്ട് അല്ലേ? ശരിയാണ്. ഇത് റിജു, ഇത് വിഷ്ണു. ഹായ് ഹായ്. ഇപ്പോൾ നമുക്ക് ഞാൻ അപ്പുറത്തേക്ക് വരാം. അപ്പോൾ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പലപ്പോഴും പല ഹോട്ടൽസിൽ എപ്പോൾ എവിടെ പോയാലും ഒന്നിലെ കൗണ്ടറിലിരിക്കുന്ന ഏകദേശം ഒരു മിഡിൽ ഏജ് കഴിഞ്ഞ ആൾക്കാരും ആ ഒരു ഏരിയയിലിരിക്കും. പക്ഷേ ഇവിടെ ശരിക്കും ഇപ്പോൾ ചെറുതായിട്ട് കാണപ്പെടുന്നത് നമ്മളെപ്പോലുള്ള യങ്സ്റ്റേഴ്സാണ് ഇപ്പോൾ മെയിനായിട്ട് നോക്കുന്നത്. ശരിക്കും നിങ്ങൾ തന്നെയാണോ ഇതിൻ്റെ ഓണേഴ്സ്, അതോ നിങ്ങളുടെ ഫാദർ അങ്ങനെയൊക്കെയാണോ? കുടുംബം ചേട്ടനാണ് തുടങ്ങിയത്. തുടങ്ങിയത് ഓക്കെ. ചേട്ടൻ്റെ പേരെന്താണ്? കണ്ണൻ. അപ്പോൾ ആരൊക്കെ കൂടി അത് നടത്തുന്നത് ശരിക്കും? ചേട്ടൻ, കണ്ണൻ ചേട്ടൻ, ഉമേഷ് ചേട്ടനുണ്ട്, പിന്നെ വിഷ്ണു, റിജു, 4 പേരാണ്. അപ്പോൾ നിങ്ങൾ അതാ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ ബലം ഇപ്പോൾ ശരിക്കും കൂടി വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും യങ്സ്റ്റേഴ്സ് ഇങ്ങനെ റഷ് ചെയ്ത് ലീഡ് ചെയ്ത് തന്നെ നിൽക്കുക അല്ലേ? ശരിക്കും അത് വേണം. നമ്മുടെ ഇന്ത്യക്ക് തന്നെ നല്ലതാണ്. നമ്മുടെ ഭരണഘടനയ്ക്കും ബാക്കി എല്ലാത്തിനും ശരിക്കും യങ്സ്റ്റേഴ്സ് മുന്നോട്ട് വരുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. അതുപോലെ നമ്മളിത് എത്ര നാളായി തുടങ്ങിയിട്ട് ഇപ്പോൾ 5 ദിവസം? 1.5 മാസം. 1.5 മാസമാണ്. ഓക്കെ. എവിടെ നിന്നാണ് ഈ കൺസെപ്റ്റ് ശരിക്കും? നമ്മുടെ ചേട്ടൻ തന്നെ കൊണ്ടുവന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു വെറൈറ്റിയിൽ തുടങ്ങാമെന്ന് വെച്ചിട്ട് ദോശ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ടൈറ്റിലോ? പൈ ദോശ. ചേട്ടൻ തന്നെ സജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ എന്തുകൊണ്ട് ദോശ? അതും കൂടെ ഒരു ചോദ്യമാണല്ലോ. വെറൈറ്റി വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്ത് വന്നപ്പോൾ ദോശ കുറവാണ്. ദോശയൊക്കെ തുടങ്ങി. പക്ഷെ ഇപ്പൊ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്ത് ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ഭൂരിഭാഗം ഹോട്ടൽസും ദോശ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. കാരണം എന്തോ വേൾഡിൽ എത്രയോ വെച്ചിട്ട് ദോശ കഴിച്ചിരിക്കണം എന്നായിട്ട് എന്തോ ലിസ്റ്റിലായിട്ട് ഉണ്ടായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. അത് മസാല ദോശ കേട്ടിട്ടുണ്ട്. എനിക്ക് മൊത്തമായിട്ട് അറിയത്തില്ല, കേട്ടറിയേ ഉള്ളൂ. അപ്പോൾ പിന്നെ ശരിക്കും നിങ്ങൾ എപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം നിങ്ങൾ 2 പേരുമാണോ അതോ 4 പേരും? രാവിലെ ഇല്ല. അപ്പോൾ ടൈമിംഗ് എപ്പോഴാണ് ശരിക്കും? ഉച്ചയ്ക്ക് ഒരു 3:30 തൊട്ട് നമ്മളൊരു 11 മണി വരെ ഉണ്ട്. രാത്രി 11 മണി വരെ. ഇവിടെ പ്യോർ വെജ് ആണോ അതോ എഗ് ഉണ്ട്? നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണ്? സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ പിസ്സ ദോശയുണ്ട്. സാൻഡ്വിച്ച് ദോശയുണ്ട്. പിന്നെ ദോശയിൽ ഒരു 73 വെറൈറ്റീസ് ഓഫ് ദോശ, 73 വെറൈറ്റീസും ഉണ്ട്. അപ്പോൾ ഇവിടെ ആരാണ് മെയിൻ നമ്മുടെ ആള്? നമ്മുടെ മെയിൻ ഷെഫ് എന്ന് പറഞ്ഞാൽ വെങ്കടേഷ് എന്നാണ്, ബോംബെ നിന്നാണ് പുള്ളി വന്നിട്ട്. അപ്പോൾ പവനായി ഇറക്കിയിട്ടുണ്ട്. ബോംബെ നിന്ന് ആളിറക്കിയിട്ടാണ്. അപ്പോൾ ബോംബെ നിന്നാണ് ഷെഫ്. പുള്ളി അവിടെ മെയിനായിട്ട് സ്പെഷ്യൽ ദോശ തന്നെ അവിടെ ഷെഫായിട്ട് വർക്ക് ചെയ്യായിരുന്നു. പിന്നെ അവിടെ നിന്ന് പുള്ളി നിർത്തി ഇവിടെ ട്രിവാൻഡ്രത്തുകൊണ്ട് കുറച്ച് കാലമായി. അപ്പോഴത്തേക്ക് നമ്മൾ പുള്ളിയായിട്ട് സംസാരിച്ച് വേറെ ആൾക്കാർ പൊക്കണമ്പോൾ അങ്ങനെ തൂക്കി പിടിച്ച് നമ്മുടെ കടയിലോട്ട് ഇട്ട് അങ്ങനെ. ഇപ്പൊ പറഞ്ഞല്ലോ 73 ഐറ്റംസ് എല്ലാം പുള്ളിയുടെ തന്നെയാണോ അതോ? പുള്ളിയുടെ തന്നെയാണ്. പിന്നെ നമ്മുടെ ഓരോരുത്തർ ഐഡിയാസും അങ്ങനെയൊക്കെ ആയിട്ട് 73 വെറൈറ്റീസ് ആയി. ഇപ്പം ഡെയിലി നമ്മൾ ആഡപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്ന്. അത് ശരിക്കും ഇൻവെന്ററി എന്നുള്ള രീതിയിലാണോ? ഇൻവെന്ററി തന്നെയാണ്. ഇൻവെന്ററി എക്സ്പെരിമെന്റ് എന്നും പറയാം. 2 രീതിയിലും നമ്മൾ ആഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി ഒരു സ്പെഷ്യൽ ഡിഷ് കാണും. അത് തലേന്ന് നമ്മൾ നോക്കിയിട്ട് ആ കുഴപ്പമില്ലെങ്കിൽ പിന്നെ അത് നമുക്ക് അവിടെ കൊടുക്കാം. ശരി. കാരണം പല രുചികൾ വരും. അപ്പോൾ നമ്മുടെ ഈ ദോശയിൽ തന്നെ പല രുചികൾ ഇൻക്ലൂഡ് ആവും. ചിലർക്ക് നല്ല ഇഷ്ടപ്പെടും. അങ്ങനെ പല ഇതും ഉണ്ടല്ലോ. അപ്പം എന്തായാലും ഇങ്ങനെ കത്തി വെച്ച ആൾക്കാരെയും കൊണ്ടുണ്ടോ നിങ്ങളെയും കൊണ്ടുണ്ടോ നമുക്ക് നേരിട്ട് എനിക്ക് വേറെ അങ്ങും പോകണ്ട. തൊട്ടിപ്പുറത്ത് അങ്ങോട്ട് ചാടിയത് ഓപ്പൺ കിച്ചണാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് ചാടാം. അപ്പോൾ അതെ നമ്മുടെ ഓപ്പൺ കിച്ചൺ. ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ. ഇതാണ് നമ്മുടെ മെയിൻ ഷെഫ് വെങ്കടേഷ് ആണ്. നമ്മൾ വെങ്കി എന്ന് വിളിക്കും. അപ്പം ഞാൻ തരാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീന്തുന്നുണ്ട്. എന്തിനുള്ള റിസ്ക് എടുക്കും? ഞാൻ അതിനെ വരാം, കുഴപ്പമില്ല. അപ്പോൾ വെങ്കടേഷ് എന്നാണ് സാറിൻ്റെ പേര്. അപ്പോൾ എത്ര നാളായി ഞാൻ നമ്മുടെ ഇൻഡസ്ട്രിയിൽ? 27 years.
മെയിൻലി ദോശ തന്നെയാണോ? മെയിൻലി ദോശ, ഇന്ത്യൻ, ചൈനീസ് എല്ലാം ചെയ്യും. മെയിൻലി ദോശയാണ്. അപ്പോൾ രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ട് ഒരു പുതിയ ഡിഷ് നമ്മൾ ഉണ്ടാക്കി നോക്കാം എന്നുള്ളതിലാണ് ദോശയിലേറെ. എൻ്റെ മേത്ത് അല്ല എനിക്ക് നോക്കാന്നാണോ അതോ? ഇല്ല, ദോശ സ്റ്റഫിൽ കുറച്ച് ചൈനീസും കൂടി മിക്സ് ചെയ്ത് അങ്ങനെയും കൊടുക്കാം. അല്ലാണ്ട് നമ്മുടെ സാധാരണ ദോശ നേരത്തെ പറഞ്ഞ പോലെ വിഷ്ണു പറഞ്ഞ പോലെ തന്നെ നോർമലായിട്ട് ഇവിടെ ഉള്ള വെറൈറ്റീസിലെല്ലാം ഇന്ത്യൻ ഐറ്റംസ് ചേർക്കുള്ളൂ. ഞങ്ങൾ കുറച്ച് ചൈനീസും കൂടി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആദ്യം എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ഗാർലിക് ഫിംഗർ മില്ലറ്റ്. ഗാർലിക് ഫിംഗർ മില്ലറ്റ്. ഫിംഗർ മില്ലറ്റ്. ഗാർലിക് ഫിംഗർ മില്ലാണ് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്. അതിന്റെ ബേസ്മെന്റ് ആണ് ഇപ്പം ആദ്യം അടിക്കാൻ പോകുന്നത്. ഇത് എന്താ ദോശ? സാധാ മാവല്ല ഇത് സാധാ മാവല്ല, ഇത് ഫിംഗർ മില്ലറ്റ് ആണ്. അതായത് നമ്മുടെ റാഗി എന്ന് പറയും. റാഗി ദോശയാണ് ആദ്യം. റാഗിയാണ്, റാഗി വിത്ത് ഗാർലിക് ഫ്ലേവർ. ഗാർലിക് ഫ്ലേവർ അല്ലേ? നമ്മുടെ പൈദോശയിലെ ഏറ്റവും കൂടുതൽ പോകുന്ന ആൾക്കാർ ചോദിച്ച് എനിക്കത് വേണം വീണ്ടും വീണ്ടും ചോദിച്ചു വരുന്നത് ഏതാണ്? കുറെ ഐറ്റംസ് ഉണ്ട്, ഏകദേശം 10-20 ഐറ്റംസ് ഉണ്ട്. അതൊക്കെ ലിസ്റ്റ് വലുതായി പോകും. അതുമല്ല, എനിക്ക് മൊത്തം ഉണ്ടാക്കി തന്ന കമ്പനിക്ക് മുതലല്ല, അത് കാരണം നമുക്ക് പറ്റുന്ന ഇപ്പൊ ഉണ്ടാക്കി തരുന്നു. റാഗി അതിനകത്തോട്ട് ഇത് ഗാർലിക്കിന്റെ ഒരു പേസ്റ്റ് ആണ് ഞങ്ങളുടെ. ഗാർലിക്, കാശ്മീരി ചില്ലി, പിന്നെ ബ്ലാക്ക് പെപ്പർ, ബ്ലാക്ക് സോൾട്ട് എന്ന് പറയുന്നത് അതൊരു സംഭവമാണ്. സോൾട്ട് നമ്മൾ നോർമൽ സോൾട്ട് പോലെ അതും ഒരു സോൾട്ട് ആണ്. സോൾട്ട് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് എല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുത്ത് ചതച്ചെടുക്കും. ഗാർലിക്കും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ചതച്ചെടുത്ത് ചെറുതായിട്ട് സോട്ട് ചെയ്ത് വെക്കും. സോട്ട് ചെയ്ത് പച്ചപ്പൊക്കെ ഒന്ന് മാറി അല്ലെങ്കിൽ ആ ദോശ കഴിക്കുമ്പോൾ ആ ചോ വരും. ഓക്കെ, അതിനകത്തോട്ട് നമ്മൾ കറി ലീവ്സ്. കറി ലീവ്സ്. ബൈ പേരെന്താ? എസക്കി. എവിടെന്നാ എസക്കി? ബിലോങ്സ് ടു തമിഴ്നാട്. ഓക്കെ. എസക്കി സ്പെഷ്യലൈസ്ഡ് ഇതാണോ? ദോശയാണോ? സ്പെഷ്യൽ ദോശ. ദോശയുടെ സ്പെഷ്യൽ ആളാണിത്. അതിനകത്ത് നമ്മൾ ഇത്തിരി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഗ്രേറ്റഡ് ബീട്രൂട്ട്. ഈ ഗാർലിക്കിന്റെ സ്പൈസ് മാറാനായിട്ടാണ് ഇതൊക്കെ ചേർക്കുന്നത്. ഗാർലിക്കും കാശ്മീരി ചില്ലിയും ഒക്കെ ചേർന്നിട്ടുണ്ട്, നല്ല എരിവായിരിക്കും. അപ്പോൾ ഇതുകൂടി ചേരുമ്പോൾ മസാല ഈക്വൽ ആയിക്കോളും. എത്ര ഓണിയനും കൂടി ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ട്. ശരിക്കും ദോശ വെറൈറ്റീസ് എവിടെ നിന്നാണ് പഠിച്ചത്? ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ സ്വയമായിട്ട് ചിന്തിക്കും വരുന്നത്. ഞാൻ ദോശ തിന്നുന്ന എനിക്ക് ഭയങ്കര ക്രേസാണ്. തിന്നാൻ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ആലോചിക്കും ഇതിലുണ്ടാക്കി എങ്ങനെ ഉണ്ടാവും. പിന്നെ അങ്ങനെ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാനായിട്ട് ഉണ്ടാക്കി ബോംബെയിലായിരുന്നു. ബോംബെയിലാണ്. അവിടെ കുറെ സ്ഥലം ധാരാവി എന്ന് പറഞ്ഞ ആളാണ്. കോലിവാട, മഹാലക്ഷ്മി റേസ് കോഴ്സിൽ അവിടെ ഒക്കെ ബഫേ ഓർഡർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ലൈവാണ് കൊടുക്കുന്നത് ദോശ കൊണ്ട്. ഓക്കെ, എന്തായാലും ഇതൊക്കെ നന്നായിട്ട് ചൂടാവുന്നുണ്ട്. നന്നായിട്ട് ചൂടായി. വെജിറ്റബിൾസ് പൊക്കത്ത് വെജീസ് ഇട്ടുണ്ടല്ലോ. അത് ഈ റാഗി പൊടി ആയതുകൊണ്ട് വേഗം ഇച്ചിരി താമസിക്കും. നല്ല ഹെൽത്തിന് നല്ലതാണ്. നല്ലതാണ്. പ്രോട്ടീഷ്യസ് എന്തോ പറയൂ. നല്ല അയൺ പവർ ഉള്ള അയൺ ഉണ്ടല്ലോ. അയൺ കണ്ടന്റ് ഒക്കെ നല്ല കൂടുതലാണ്. പിന്നെ ഷുഗർ പ്രോട്ടീൻ കണ്ടന്റാണ്. ഷുഗർ പേഷ്യൻസിന് നല്ലതാണ്. ഷുഗർ നമ്മൾ ഈ ബീറ്റ്റൂട്ടും ക്യാരറ്റും അവോയ്ഡ് ചെയ്യാം. അതിനകത്ത് ഇത് ഉണ്ടല്ലേ. നോർമലി ഗാർലിക് പേസ്റ്റും ഈ കൂരോ ദോശയും ഉണ്ടായി കഴിഞ്ഞാൽ നല്ലതാണ്. ഇത് നന്നായിട്ട് മുരിഞ്ഞങ്ങ് ക്രിസ്പി ആയിട്ട് വരികയാണ് ഇരുന്ന്. അപ്പോൾ ആദ്യത്തെ ദോശ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് എന്തുവായിരുന്നു? അയ്യോ, പേര് പറഞ്ഞുപോയി. ഗാർലിക് ഫിംഗർ മില്ലറ്റ്. അപ്പോൾ റാഗി ദോശ നമുക്ക് എന്തായാലും മാറ്റി വെക്കാം. ഇപ്പം കഴിച്ച് നോക്കണ്ട, എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കാം. ഇപ്പം എന്തായാലും അങ്ങോട്ട് മാറ്റി വയ്ക്കാം.